ഹലോ ഫ്രണ്ട്സ്, ബോളിവുഡിലെ മിക്കവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു ടൈഗർ ഷറഫും വിദ്യു ജമാലും ഒരുമിച്ച് ഒരു പടത്തിൽ വരിക എന്ന കാര്യം. ഇവിടെ അത്ര വലിയ പോപ്പുലറായിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വിദ്യു ജമാലിൻ്റെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, തമിഴിൽ പറയുമ്പോൾ മലയാളത്തിലും അറിയാം. കാരണം തുപ്പാക്കി ഒറ്റ പടത്തിൽ പോലെ പുള്ളിക്കാരൻ എല്ലാവർക്കും ഫേമസ് ആണ്. പിന്നെ കമാൻഡോ, കാരണം ഒരു ഐക്കോണിക് ആയിട്ടുള്ള മൂവി ഫ്രാഞ്ചൈസ് തന്നെയാണ് കമാൻഡോ. ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം പുള്ളിക്കാരൻ്റെ ലെവല്. പിന്നെ ടൈഗർ ഷറഫിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹീറോ പന്തി 2-ന് ശേഷം പുള്ളിക്കാരൻ ട്രോൾ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടുപേരെ വെച്ചുകൊണ്ട് പടം സംവിധാനം ചെയ്യാൻ പോകുന്നത് മർജവാൻ, സത്യമേവ ജയതേ 1 and 2 പോലത്തെ സിനിമകൾക്ക് സംവിധാനം ചെയ്തിട്ടുള്ള മിലാവ് സവേരിയാണ്. അപ്പോൾ എങ്ങനത്തെ പടമായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. ജസ്റ്റ് ഇപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു ഡ്രാമ പടമാണോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലറാണോ എന്ന് കണ്ടു തന്നെ അറിയണം. ഈ രണ്ടുപേരെ വെച്ച് എന്തായാലും ഒരു ആക്ഷൻ പടം അല്ലാതെ ഡ്രാമ പടമൊന്നും ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അവതാർ ഫയർ ആൻഡ് ആഷ് ഇപ്പോൾ ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ തന്നെയായിരിക്കും അവതാർ ഫയർ ആൻഡ് ആഷ്. ഏകദേശം 2 ബില്യന് മേലെ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിക്കും പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏതോ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുവാണ്. ഈ വരുന്ന 24-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴിയായിരിക്കും സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോകുന്നത്. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ നായകനെത്തുന്ന പുതിയ സിനിമയാണ് കാട്ടാളൻ. സിനിമ നാളെയാണ് വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. ആലപ്പുഴയിൽ അത്ര ഫാൻ ഷോ ഒന്നും ഇല്ലെങ്കിലും വേറെ പുറത്തൊക്കെ ഉണ്ട്. സിനിമയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. റിലീസിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ്. സിനിമയ്ക്ക്, അതായത് ഏറ്റവും അവസാന ഭാഗം ഒരു 3 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് ശേഷം ആരും തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകരുത്. ഏറ്റവും അവസാനം ഈ നന്ദി വാക്കൊക്കെ കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു ഐറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മാർക്കോ 2-ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കാടെ പുതിയ പടത്തിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് വല്ലതും ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാം ഫ്രണ്ട്സ്. അപ്പോൾ ആർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാട്ടാളൻ സിനിമയ്ക്ക് വേണ്ടി?